ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വിമർശനങ്ങളാണ്. എതിർ ശബ്ദങ്ങളില്ലെങ്കിൽ ജനാധിപത്യം ശരിയായി പുലരില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് പാർലമെൻറ്റിൽ നിന്ന് മിക്കവാറും പ്രതിപക്ഷത്തുള്ള മുഴുവൻ ആളുകളെയും അങ്ങ് പുറത്താക്കി, അവരെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം വളരെ അന്തസ്സായിട്ട് അവിടെ ചിരിച്ചുകൊണ്ടിരുന്നാണ് ഈ ബില്ലുകൾ മുഴുവൻ നോക്കുന്നത്. കാരണം എതിർക്കാൻ ആളില്ലല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ ക്രിമിനൽ ലോ അമെൻമെൻ്റ് എന്നുള്ള രീതിയിൽ 3 നിയമങ്ങൾ, അതായത് 1 നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്, 2 ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതേപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളും മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഞാനതിൻ്റെ നേരത്തെയുള്ള ബില്ലുകൾ ഞാൻ കണ്ടു, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അതൊക്കെ ബ്രിട്ടീഷുകാർ എഴുതിയ നിയമം തന്നെയാണ്. ആ നിയമത്തിൽ ഒരു വ്യത്യാസമില്ല, ഒന്നുമില്ല. അതിൻ്റെ കുറേ സെക്ഷനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ആക്കി അത് വികലമാക്കി എന്നുള്ളത് ഒഴിച്ചാൽ, അതുപോലെ അതിൻ്റെ പേരുകളും ശരിയായ അന്തസ്സുള്ള പേരുകൾ എടുത്ത് ഹിന്ദിയിലെ കുറേ പേരുകളാക്കി ലോകത്തിന് മുമ്പ് നമ്മളൊരു അതിനെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റി എന്നുള്ളതല്ലാതെ ഞാൻ നേരത്തെ ഉള്ള ബില്ലിൽ ഞാൻ എന്താണെന്ന് ഒന്നും പറയാനില്ല. അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയതുമാണ് മനോരമയിൽ. ഇതല്ലാതെ ഇനി ഇപ്പോൾ അതിനകത്ത് കുറേ ഭേദഗതി വരുത്തിയെന്ന് പറഞ്ഞു. ഒരു ഭേദഗതി ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് കൊണ്ടുവന്നപ്പോൾ അതായത് മെൻ്റൽ ഇൽനസ് അൺസൗണ്ട് മൈൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ത്യൻ പീനൽ കോഡിൽ മെൻ്റൽ ഇൽനസിന് മാറ്റിയിട്ട് അതിൻ്റെ ജനറൽ എക്സെപ്ഷനകത്ത് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത് മാറ്റിയിട്ട് മെൻ്റലി ഇല്ലാക്കി. അത് തെറ്റാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വ്യത്യാസം മാറ്റി അത് വീണ്ടും അൺസൗണ്ട് മൈൻഡ് ആക്കി എന്നുള്ളത് ഞാൻ വായിച്ചറിഞ്ഞു മാധ്യമങ്ങളിൽ നിന്ന്. ആ ബില്ല് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഉള്ള ആ ബില്ലുകൾ കാണാതെ അതിനെക്കുറിച്ച് പഠിക്കാതെ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് കണ്ടതിന് ശേഷം ഞാൻ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ബോഡിയായിരുന്നു. അതിനകത്ത് അവരെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഈ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അതിനകത്ത് ഒരാളായിരുന്നു ഈ തിരഞ്ഞെടുക്കാനുള്ള. അത് എതിർ ശബ്ദം വരുമല്ലോ. അപ്പോൾ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അത് പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിനെ പ്രീണിപ്പിക്കാനും പറ്റത്തില്ല, പറയാതിരിക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ അങ്ങ് എടുത്ത് കളയാം, അതിന് ഓരോരോ മന്ത്രി മതി കേന്ദ്രമന്ത്രിയെ, കാര്യം ശരിയായല്ലോ. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻറ്റ്, അതായത് ഇലക്ഷൻ കമ്മീഷൻ പോലെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ബോഡിയെ തിരഞ്ഞെടുക്കുന്നത് ഇന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ അതിൽ നിന്ന് ഒഴിവാക്കുക, ആ ബോർഡിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു അമെൻമെൻറ്റ് അത് കൊണ്ടുവന്നിട്ട് അത് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടല്ലോ. മാത്രമല്ല ഉള്ള ഭൂരിപക്ഷം മതി ആണെങ്കിൽ പോലും എതിർ ശബ്ദങ്ങളൊന്നും ഇല്ലാതാക്കണമല്ലോ. അതുകൊണ്ട് ഇവരെ എല്ലാം പുറത്താക്കിയിട്ട് അത് കിട്ടിയ സമയം കൊണ്ട് അതങ്ങ് പാസ്സാക്കിയെടുക്കുക. ഇതേപോലെ അവർക്ക് പാസ്സാക്കേണ്ട ബില്ലുകളെല്ലാം അവർ പാസ്സാക്കി. ആ പാസ്സാക്കുന്നതിന് ചെയ്ത പണിയാണ് ഈ MP-മാരെ എല്ലാം അങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആ രീതിയിൽ ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജനാധിപത്യം ഇവിടെ കുഴിച്ചു മൂടപ്പെടുകയാണ്. ഇതാണോ ജനാധിപത്യം? മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. മഹുവ മൈത്രയെ അവരെ പുറത്താക്കി. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെ അവരും ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവർ ശബ്ദിക്കും, അതാണ് പ്രശ്നം. ആ ശബ്ദം ഇഷ്ടമല്ല. അവർ നരേന്ദ്രമോദിയെ കൈ ചൂണ്ടി അവർ സംസാരിക്കും, അമിത്ഷായുടെ നേരെ അവർ കൈ ചൂണ്ടി സംസാരിക്കും. അത് പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയ്ക്ക് അത് അവരുടെ അവകാശമാണ് ചെയ്യുന്നത്. ആ ശബ്ദം അടിച്ചമർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും വെളിയിലാക്കുന്നത്. ഇപ്പോഴും ഈ പാർലമെൻറ്റിനകത്ത് വന്ന ഒരു അറ്റാക്ക്, അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാര്യങ്ങൾ പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുന്ന ന്യായമായ ഒരു ആവശ്യത്തിൻ്റെ പുറത്താണ് ഇവർ അത് പ്രതിഷേധിക്കുന്നത്. അവരെല്ലാം പിടിച്ച് വെളിയിലാക്കി. ആ രീതിയിലേക്ക് പൊക്കോണ്ട. ആര് പ്രതീക്ഷിച്ചാലും അവരെ പിടിച്ചങ്ങ് വെളിയിലാക്കിയാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. ആരും ഇല്ലെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ, ഏത് കാര്യവും തീരുമാനിക്കാമല്ലോ. അവർ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ നടക്കുന്നത്. പാർലമെൻറ്റിന് അതിൻ്റേതായ അവകാശങ്ങളുണ്ട്, സ്പീക്കർക്ക് അതിൻ്റേതായ പവറുമുണ്ട്. അവിടെ നടന്ന ബഹളം എനിക്കറിയില്ല. അതുകൊണ്ട് ഈ പുറത്താക്കിയത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയാൻ പാടില്ല. താനും ഒരു സ്പീക്കർ ആ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം അത് ശരിയാണെന്ന് മാത്രമേ, അത് കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിന് കഴിഞ്ഞാൽ അത് എന്നതുവരെയും
അത് ശരിയാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ള അവകാശമുള്ളൂ. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. ആ സമയത്ത് കൊണ്ടുവന്ന് ഈ ബില്ലുകൾ പാസ്സാക്കുക എന്ന് പറയുന്നതാണ് പ്രശ്നം. ബില്ലുകൾ യഥാർത്ഥത്തിൽ ഇവർ ഇത്രയും പേര് പുറത്താക്കിയ സ്ഥിതിക്ക് ഒരിക്കലും ഈ ബില്ലുകൾ അവതരിപ്പിക്കാനോ പാസ്സാക്കാനോ പാടില്ലായിരുന്നു. ഈ ബില്ലുകൾ ചർച്ചയ്ക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. അത് ചെയ്യാം. ആ ചർച്ചയ്ക്ക് ഇവരെ വെളിയിലാക്കിയതിന് ശേഷം ഈ ചർച്ച നടത്തി ആ ബില്ലുകൾ പാസ്സാക്കിയത് പ്രശ്നമാണ്. ശരിയായ ഒരു നടപടിയല്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല.